السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രതിഫലം നന്മയാണെങ്കിൽ ആ രൂപത്തിലും തിന്മയാണെങ്കിൽ ആ രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമുക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൻ്റെ ഒരുപാട് പ്രത്യേകതകളെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രവർത്തിച്ചതിൻ്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്ന ദിവസമാകുന്നു അന്ന്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ, അഥവാ സൃഷ്ടികളുടെ സകല കർമ്മങ്ങളെയും സംബന്ധിച്ച് വിചാരണ നടത്തി തീരുമാനമെടുക്കുകയും നൽകുകയും ചെയ്യുന്ന ആ ദിനമായ ഖിയാമത്ത് നാളാണ് പ്രതിഫല ദിവസം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസം എന്നുള്ളതാണ്. ഖാല അല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും. അല്ലാഹു പറയും, ഇത് സത്യവാന്മാർക്ക് തങ്ങളുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാകുന്നു എന്ന്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളോ നമുക്ക് പ്രയോജനപ്പെടാത്ത ദിവസമാണ് ഖിയാമത്ത് നാൾ എന്നുള്ളത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സ്വത്തോ സമ്പത്തുകളോ ഒന്നും സന്താനങ്ങളോ ഒന്നും പ്രയോജനപ്പെടാത്ത ഒരു ദിവസം. ഒരാൾ പോലും ഒരു നന്മ പോലും കൊടുക്കാത്ത ദിവസം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ഉണർത്തിയതുപോലെ ആ ഒരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ വല്ലാതെ ഒരുങ്ങി നിൽക്കണമെന്നുള്ളതാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അവരവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം പൂർണ്ണമായി അവർക്ക് നൽകപ്പെടും. അവരോട് ഒട്ടും അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ദുനിയാവിലെ ഓരോ പ്രവൃത്തികളും നാളെ പരലോകത്തിനു വേണ്ടി ഖിയാമത്ത് നാളിൽ എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.